ആരായിരിക്കും മുഖ്യമന്ത്രി? പന്തിപ്പോൾ ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലാണ്. MLA മാർ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഒന്നാം സ്ഥാനത്ത് KC വേണുഗോപാൽ, രണ്ടാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല, മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് VD സതീശൻ ഉള്ളത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ MLA മാരുടെ പിന്തുണ ഇല്ലാത്ത സാഹചര്യത്തിൽ VD സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. അതിന് മറ്റൊരു വഴി സ്വീകരിച്ചു VD സതീശൻ. ഘടക കക്ഷികളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുക. മുസ്ലിം ലീഗാണല്ലോ ഒന്നാമത്തെ ഘടക കക്ഷി. മുസ്ലിം ലീഗിനെ കൊണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തിപ്പിക്കുക. അതിൽ വിജയിച്ചിട്ടുണ്ട് VD സതീശൻ. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് സമ്മർദ്ദം തുടരുന്നുണ്ട് കോൺഗ്രസിന് മുകളിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് മറ്റൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മലയാളം വാരികയിൽ വന്ന, അവരുടെ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: MLA മാരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം, ഘടകകക്ഷികൾക്ക് ഒരു റോളുമില്ല. അജയ് മാക്കൻ കേന്ദ്ര നിരീക്ഷകനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരുന്നു. MLA മാരെ കണ്ടിരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ഘടകകക്ഷികളെയും കണ്ടിരുന്നു, അവരുടെ അഭിപ്രായവും തേടിയിരുന്നു. അതിനുശേഷം റിപ്പോർട്ട് കൊടുത്തു കേന്ദ്രത്തിന് അജയ് മാക്കനും മുഗൾ വാസ്നിക്കും ചേർന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അജയ് മാക്കൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: MLA മാരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം, ഘടകകക്ഷികൾക്ക് ഒരു റോളുമില്ല എന്ന്. ഇങ്ങനെയാണ് വാർത്ത. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ് MLA മാരുടെ അഭിപ്രായത്തിനാണ് പ്രാമുഖ്യമെന്ന് ഹൈക്കമാൻഡ് നിരീക്ഷകനായ അജയ് മാക്കൻ എല്ലാവരുമായും സംസാരിച്ചു. MLA മാർ ഓരോരുത്തരായി സംസാരിച്ച് അഭിപ്രായങ്ങൾ തേടി അത് രേഖപ്പെടുത്തി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി നിയമസഭാ കക്ഷിയോഗം പ്രമേയം പാസാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും അജയ് മാക്കൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം വിശദീകരിക്കുകയാണ്: മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ഘടകകക്ഷികൾ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവർക്ക് ഇതിൽ ഒരു റോളുമില്ലെന്നായിരുന്നു അജയ് മാക്കൻ്റെ മറുപടി. അവർക്ക് ഇതിൽ ഒരു റോളുമില്ല എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് MLA മാരുടെ നിലപാട് അനുസരിച്ചായിരിക്കും. ഘടകകക്ഷികൾക്ക് ഇതിൽ യാതൊരു റോളുമില്ല. അവരുടെ അഭിപ്രായം കൂടി തേടി എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. MLA മാർ തീരുമാനിക്കും എന്ന് പരസ്യമായി പറഞ്ഞു വെക്കുന്നു അജയ് മാക്കൻ. എന്ന് വെച്ചാൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പൂർണ്ണമായും തള്ളുന്നു എന്നർത്ഥം. മുസ്ലിം ലീഗ് നേതൃത്വമാണ് കോൺഗ്രസിന് സമ്മർദ്ദം ചെലുത്തുന്നത് VD സതീശന് വേണ്ടി. VD സതീശൻ ലീഗിൽ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ലീഗ് നേതൃത്വമേ ഒന്ന് ഇടപെടൂ എന്ന് പറയുകയും അതനുസരിച്ച് ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും അവരുടെ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ജനപിന്തുണ അതും കൂടി പരിഗണിക്കണം, ജനവികാരം പരിഗണിക്കണം എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ മുസ്ലിം ലീഗിന് എന്തധികാരം എന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മാത്യു കോഴിനാടൻ MLA. മാത്യു കോഴിനാട ആ കുഴൽ പാട്ടുമായി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് യൂത്ത് ലീഗുകാരും കോൺഗ്രസ്സുകാരും കോഴിനാടൻ്റെ മേക്കിട്ട് കയറിയതും നാം കണ്ടതാണ്. ഇന്നിപ്പോൾ കോഴിനാടൻ്റെ പോസ്റ്റർ എവിടെ കണ്ടാലും അത് പറിച്ചെടുത്ത് കത്തിക്കുന്ന കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരെയാണ് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അജയ് മാക്കൻ്റെ പോസ്റ്ററും ചിത്രങ്ങളും യൂത്ത് ലീഗും മുസ്ലിം ലീഗും കൂടി കത്തിക്കുമോ എന്നതേ അറിയാനുള്ളൂ. ഇനി അജയ് മാക്കന് എതിരെയും പരസ്യ പ്രസ്താവനയുമായി വരുമോ മുസ്ലിം ലീഗ് നേതൃത്വം, യൂത്ത് ലീഗ് നേതൃത്വം എന്നതേ അറിയാനുള്ളൂ. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നർത്ഥം. മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. മുസ്ലിം ലീഗിൻ്റെ നിലപാട് പൂർണ്ണമായും തള്ളുന്നു. കോൺഗ്രസ് നേതൃത്വം നേരത്തെ ഉള്ളതുപോലെ വലിയ സമ്മർദ്ദം ചെലുത്തി ഇങ്ങോട്ട് വരേണ്ട എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്. എന്തുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ പറയാൻ കഴിയുന്നു? കോൺഗ്രസിന് 80 സീറ്റുണ്ട്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും ഭരിക്കാൻ കഴിയും. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ മുസ്ലിം ലീഗ് നേതാക്കളോട് പറഞ്ഞത് ഇക്കാര്യമാണ്: നിങ്ങളുടെ ഒരു പിന്തുണയും വേണ്ട, നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഭരിക്കും. അതുകൊണ്ട് KC വേണുഗോപാലിനെ തള്ളി VD സതീശനെയും പൊക്കിയെടുത്ത് നടക്കുകയാണ് എങ്കിൽ പൊക്കിയെടുത്ത് നടന്നതേ ഓർമ്മയുണ്ടാകൂ എന്ന മുന്നറിയിപ്പ് KC വേണുഗോപാൽ പക്ഷം നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് എന്തായാലും VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നത് എങ്കിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി VD സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്ന് പറയുകയും അങ്ങനെ VD സതീശന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചത് മുസ്ലിം ലീഗാണ് എന്ന് പറയുകയും അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾ VD സതീശനിലൂടെ നടപ്പാക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ. എന്തായാലും ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിന് വഴങ്ങുമോ ഇല്ലയോ എന്നതേ ഇനി അറിയാനുള്ളൂ.